നല്ല തണൽ ഇഷ്ടപ്പെടുത്ത കുറച്ച് ചെടികളെ ഞാനിന്ന് കാണിക്കാം. തണലുള്ളിടത്ത് നന്നായിട്ട് വളർന്നു വരും. അത് ഫ്രഷായിട്ട് നിൽക്കണമെങ്കിൽ തണൽ ആവശ്യമുണ്ട്. അങ്ങനെയുള്ള കുറേ പ്ലാന്റ്സിനാണ് ഞാനിന്ന് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇത് അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക്ക്. അതിൻ്റെ പ്രത്യേകത ഉണ്ട്. അതിൻ്റെ ലീവ്സൊക്കെ നല്ല സൈഡിൽ ലിപ്സ്റ്റിക്ക് ഇട്ടതുപോലെ റെഡ് കളറിലാണ് നിൽക്കുന്നത്. ഇത് മറ്റൊരു തരം അഗ്ലോണിമ. അതിൻ്റെ സൈഡിൽ അതിൻ്റെ ബോർഡറിലൊക്കെ റെഡ് കളറുണ്ട്. ആ നടുവിലത്തെ ഭാഗമൊക്കെ ഗ്രീൻ കളറാണ്. ഈ അഗ്ലോണിമ സ്നോ വൈറ്റ് അഗ്ലോണിമ ഉണ്ടോ? അതിൻ്റെ ലീവ്സൊക്കെ നല്ല ഭംഗിയാണ്. സ്നോ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന പോലെ കുത്തായിട്ട് നല്ല ഭംഗിയുള്ള അഗ്ലോണിമ. ഇത് മറ്റൊരു അഗ്ലോണിമയാണ്. അതിൻ്റെ മിഡിൽ പാർട്ടിലൊക്കെ നല്ല ഡാർക്ക് പിങ്ക് കളറാണ്, ഗ്രീനും കൂടെ മിക്സായിട്ട്. അത് നല്ല ഭംഗിയുള്ളൊരു അഗ്ലോണിമയാണ്. ഇതിനെല്ലാം തണലാണ് ആവശ്യം കേട്ടോ. തണൽ വേണം, ചെറിയൊരു സൺലൈറ്റും വേണം. ഇത് ടട്ടിൽ വൈന് നല്ല തണൽ വേണം, അല്ലെങ്കിൽ ഇലകളെല്ലാം കരിഞ്ഞു പോകും. ടട്ടിൽ വൈൻ്റെ ഇലകളൊക്കെ നല്ല ഭംഗിയാണ്. ഇത് ഇസഡിസഡ് പ്ലാന്റ് ഇൻഡോറായിട്ട് വയ്ക്കുന്നതല്ല, റൂമുകളിലൊക്കെ നമുക്ക് ഭംഗിയായിട്ട് വെച്ചിരിക്കാൻ പറ്റും. വലിയ പോട്ടിലൊക്കെ വെച്ചാൽ വലിയ ചെടിയായിട്ട് വളർന്നു വരും. ഈ ഇസഡിസഡ് പ്ലാന്റിൻ്റെ ബ്ലാക്ക് കളറാണ്. അതും തണൽ ആവശ്യമുള്ളൊരു ചെടി തന്നെയാണ്. പിന്നെ തണൽ വളരുന്ന വേറൊരു ചെടിയാണ് ബിഗോണിയ. ഇത് റെക്സ് ബിഗോണിയ. ഇതിൻ്റെ ലീഫൊക്കെ കട്ട് ചെയ്ത് വെച്ചാൽ പുതിയ ചെടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ റെക്സ് ബിഗോണിയയിൽ അതിൻ്റെ റെഡ് ലീഫുള്ള റെക്സ് ബിഗോണിയയും കയ്യിലുണ്ട്. ഇതും അങ്ങനെയാണ്. നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റായിട്ട് നമുക്ക് നിർത്തിയിരിക്കാൻ പറ്റും. നല്ല ഭംഗിയാണ്. ഇത് കലാത്തിയയ്ക്ക് നല്ല ഭംഗിയുള്ള ലീവ്സാണ്. ഇത് മറ്റൊരു കലാത്തിയ. ഇനിയുണ്ട് വേറൊരു കലാത്തിയ. ഇത് രാത്രിയൊക്കെ ആകുമ്പോൾ കൈ കൂപ്പി നിൽക്കുന്നത്, പ്രെയർ ചെയ്ത് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നുന്നത് കലാത്തിയയുടെ ലീവ്സ് കേട്ടോ. നല്ല ഭംഗിയാണ്. ഇത് സിങ്കോണിയത്തിൻ്റെ ലീവ്സ് നല്ല റെഡ് പിങ്ക് കളറിലുള്ള സിങ്കോണിയാണിത്. ഇത് നല്ല നീണ്ട് വളരും. പക്ഷെ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ വളർത്തി ചട്ടികളിൽ വെക്കാം, ഹാങ്ങിങ് ആയിട്ടും ഉപയോഗിക്കാൻ പറ്റും. ഇതൊരു ഗ്രീൻ കളർ സിങ്കോണിയാണ്. ഇത് നല്ല ഭംഗി. ഇതിനും തണൽ ആവശ്യമാണ്. ഇത് റോയോ പ്ലാന്റാണ്. റോയോ പ്ലാന്റിൻ്റെ ലീവ്സിൻ്റെ പ്രത്യേകത നല്ല ഭംഗിയല്ലേ. ബോർഡറിലൊക്കെ ഇങ്ങനെ പിങ്ക് കളറും പിന്നെ ഗ്രീനും വൈറ്റും ഇവിടെയൊക്കെ മിക്സായിട്ട് ഡ്രൈ കളറാണ് ഇതിൻ്റെ ഇലകൾക്ക് 3 നിറം ഒന്നിച്ചുണ്ട്. സ്പൈഡർ പ്ലാന്റിന് നല്ല തണൽ ആവശ്യമുണ്ട്. ചൂട് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഇലകളെല്ലാം അറ്റം കറുത്ത് പോകും, ഭംഗിയില്ലാതെ പോകും. അതുകൊണ്ട് നല്ല തണലുള്ളിടത്ത് തന്നെയാണ് അതിനെ വളർത്തേണ്ടത്. ഇതൊരു ആന്തൂര്യത്തിന് നമുക്കറിയാമല്ലോ തണൽ ആവശ്യമുണ്ട്. ഇതൊരു ലീഫി പ്ലാന്റാണ്. അതിനും തണൽ വേണം കേട്ടോ. അത് ഹാങ്ങിങ് ആയിട്ടും വളർത്താം. നല്ല ഭംഗിയുള്ളൊരു ലീഫി പ്ലാന്റാണ്. അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ കയ്യിലുള്ള എല്ലാ ചെടികളെയും നമുക്ക് ഇന്ന് കാണാം. ഈ ചെടികൾക്കെല്ലാം അത്യാവശ്യം തണൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് നല്ല ഫ്രഷായിട്ട് നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ചെടികളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ തണലുള്ള സ്ഥലത്ത് തന്നെ ഇതിനെ വളർത്തണം. റബ്ബർ പ്ലാന്റും അതിന് തണൽ വേണം. ഇത് ഇൻഡോർ പ്ലാന്റും കൂടെയാണ്. നല്ലൊരു പ്ലാന്റാണ്. ഇത് കണ്ടോ,
ഇതൊരു ഹാങ്ങിങ് പ്ലാന്റാണ്, മണി പ്ലാന്റ്. അപ്പോൾ കൂട്ടുകാർ, ചെടികളെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ പ്ലീസ്.